കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഒരു PR വിജയൻ സർക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തപ്പെടുകയുണ്ടായി. ഇന്നലെ തന്നെ ആ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഞങ്ങളൊരു ലോങ് മാർച്ചും സംഘടിപ്പിച്ചു. ഈ സംസ്ഥാനത്തിനകത്ത് അതിദരിദ്രരില്ല എന്നുള്ളൊരു വസ്തുത ഉണ്ടാകുന്ന ഒരു കാലം നമ്മളെല്ലാവരെയും സംബന്ധിച്ച് സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു വസ്തുത ഉണ്ടാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ ഇവിടെ കണക്കുകളിൽ ചില ഒപ്പിക്കലുകൾ കൂട്ടിയെടുത്ത് നമ്മളെ പറ്റിക്കുന്നൊരു സമീപനമാണ് എടുത്തിട്ടുള്ളത്. 5,91,000 വരുന്ന കുടുംബങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് അതിദരിദ്രരുടെ പട്ടികയിലുണ്ട് എന്ന് നിയമസഭയിൽ GR അനിൽ എന്ന് പറയുന്ന മന്ത്രി അവിടെ പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ 64,006 കുടുംബങ്ങൾ മാത്രമാണ് ആ പട്ടികയിൽ ഉള്ളത് എന്ന് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത്. അതോടൊപ്പം തന്നെ 1,12,000 വരുന്ന കുടുംബങ്ങൾ, ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങൾ ഈ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെന്നിരിക്കെ ആ പട്ടികയും വെട്ടിച്ചുരുക്കി 6,400 ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സംസ്ഥാനം അതിദാരിദ്ര്യ വിമുക്തമായത് എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ള ബാധ്യത, തുറന്നു പറയാനുള്ള ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. എന്ത് പഠനമാണ് നടത്തിയത്? എന്ത് ആധികാരികതയാണ് ആ പഠനത്തിനുള്ളത്? 5,91,000 വരുന്ന കുടുംബങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ കുടുംബങ്ങളുടെ പട്ടികയ്ക്ക് പുറത്താണോ ഈ 64,006? അതല്ല, അതിനുള്ളിലാണോ? ഉള്ളിലാണെങ്കിൽ എങ്ങനെയാണ് ഈ കുടുംബങ്ങളെ വേർതിരിച്ചെടുത്തത്? ഇതിനുവേണ്ടി നടത്തിയ പഠനത്തെ സംബന്ധിച്ചും അതിന്റെ പഠന റിപ്പോർട്ടിനെ സംബന്ധിച്ചും കേരളത്തിനകത്ത് പുറത്തുവിടണമെന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാരിനോട് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനായിട്ടുള്ളത്. ഇവിടെ സർക്കാർ PR പരസ്യങ്ങൾ നൽകുന്നത്, പത്രപരസ്യങ്ങൾ നൽകുന്നത് ഈ രാജ്യത്താദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് അതിദരിദ്രരില്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയെന്നുള്ളതാണ്. രാജ്യത്താദ്യമായി എന്ന് പറയുമ്പോൾ രാജ്യത്ത് മറ്റെല്ലാ സംസ്ഥാനങ്ങളും എടുക്കുന്ന അതേ മാനദണ്ഡമാണോ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കൂടി സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. ദേശീയ തലത്തിൽ ഇത്തരം വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുമ്പോൾ എടുക്കുന്ന മാനദണ്ഡ പ്രകാരമാണോ, അതല്ല സംസ്ഥാന ഗവൺമെന്റ് ഒരു പ്രത്യേകമായി ആവിഷ്കരിച്ചെടുത്ത മാനദണ്ഡത്തിന്റെ ഭാഗമായിട്ടാണോ ഈ പ്രഖ്യാപനം? സംസ്ഥാന ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങളാണെങ്കിൽ ആ മാനദണ്ഡങ്ങൾ പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ചതും പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. വിധി എഴുതിയതും പിണറായി വിജയൻ സർക്കാർ തന്നെയാണ്. വിജയിയായി പ്രഖ്യാപിക്കുന്നതും ഈ സർക്കാർ തന്നെയാണ്. സത്യത്തിൽ ഈ സർക്കാർ തന്നെ സ്വയം മേനി നടിക്കുന്ന ഒരു കാൽപ്പനിക ലോകത്ത് ജീവിച്ചുകൊണ്ട് പറയുന്ന ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഇന്നലെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഇവിടെ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ 34 മാസത്തെ കുടിശ്ശികയെ പറ്റി പറയുന്നില്ല. ആശാ വർക്കർമാർക്ക് നാമമാത്രമായ വർധനവ് മാത്രമാണ് നൽകാൻ വേണ്ടി തയ്യാറായത്. 260 ദിവസത്തിലധികം അവരവിടെ സമരം ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായി. പെൻഷൻ വർധനവ് എന്ന് പറയുമ്പോഴും അതിനകത്ത് ആകെ 400 രൂപയുടെ വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ഇവിടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് പെൻഷൻ 2,500 വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. 2,500 വർദ്ധിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടത്തിൽ വർദ്ധിപ്പിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അധികാരം വിട്ടൊഴിയുന്നതിനും മാസങ്ങൾക്ക് മുമ്പ് വർദ്ധിപ്പിക്കുമെന്നുള്ളതല്ല സംസ്ഥാന ഗവൺമെന്റ് അന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതിന്റെ എല്ലാം ഭാരം വന്നു വീഴുന്നത് വരാനിരിക്കുന്ന സർക്കാരുകൾക്കാണ്. ഈ സർക്കാരിനെ സംബന്ധിച്ചൊരു തുടർച്ചയുണ്ടാകില്ല എന്ന് ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ട ഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഉണ്ടാകുമെന്ന് ബോധ്യപ്പെട്ട ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള ഒരു PR എക്സർസൈസാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ഒരു PR വിജയൻ സർക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.